പൈററ്റ് കിങ് റോജറിന്റെ ലെഫ്റ്റ് ഹാൻഡായ സ്കോപ്പർ ഗബാൻ ഫ്യൂച്ചർ പൈററ്റ് കിങ് ആയ മങ്കി ഡി ലൂഫിനെ രക്ഷപ്പെടുത്താൻ പോയിട്ട് സ്വന്തം ലെഫ്റ്റ് ഹാൻഡ് നഷ്ടപ്പെട്ടു. അങ്ങനെ ഇപ്പോൾ സ്കോപ്പർ ഗബാൻ ലെഫ്റ്റ് ഹാൻഡ് ഇല്ലാത്തൊരു ലെഫ്റ്റ് ഹാൻഡായി മാറി. ഫണ്ണി കാര്യം എന്താന്ന് വെച്ചാൽ ലൂഫിനെ രക്ഷപ്പെടുത്താൻ പോയിട്ട് ഇത് രണ്ടാമത്തെ ആൾക്കാണ് സ്വന്തം കൈ നഷ്ടപ്പെടുന്നത്. ആദ്യത്തെ ആളാരാ നമുക്കറിയാം. ഫസ്റ്റ് ചാപ്റ്ററിൽ ഷാങ്ക്സ് ലൂഫിനെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിട്ട് പുള്ളിന്റെ കൈ പോയതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് അന്ന് ലൂഫി ഒരു ചെറിയ കുട്ടിയാണെന്നെങ്കിലും നമുക്ക് വിചാരിക്കാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ലൂഫി സ്വയം പറഞ്ഞ കാര്യമാണ് ഇത് ലൂഫിന്റെ ദ സ്ട്രോങ്ങസ്റ്റ്, പുള്ളിന്റെ പീക്കാണ് ഇതെന്ന്. എന്നിട്ടും ലൂഫി കാരണം ഇവിടെ ഒരു പാവം വയസ്സിന് പുള്ളിന്റെ കൈ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ള കാര്യമാണെന്ന് സ്കോപ്പർ ഗബാൻ തന്നെ ലൂഫിനോട് പറയുന്നുണ്ട്. പൈററ്റ് കിങ് ആവുന്നത് കുട്ടിക്കളിയൊന്നുമില്ല, നിന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ വീട്ടിൽ പോയിക്കൊള്ളണം. സ്കോപ്പർ ഗബാൻ എക്സാക്ട്ലി പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും അല്ലെങ്കിലും പുള്ളി പറയാതെ പറഞ്ഞ ഇതാണ്. കഴിഞ്ഞ 3 ചാപ്റ്ററായിട്ട് ലൂഫി റിപ്പീറ്റഡ്ലി അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു നല്ല കാര്യമാണ്, കാരണം വാണോയ്ക്ക് ശേഷം ലൂഫി ഗിയർ 5 കുറച്ച് ഓവറായി റിലൈ ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ കൈഡോ പറഞ്ഞ കാര്യം ഓർക്കേണ്ടത്. നിങ്ങൾക്ക് എത്ര ഓവർ പവർഡ് ആയിട്ടുള്ള ഡെവിൾ ഫ്രൂട്ട് ഉണ്ടെങ്കിലും ഒരു സ്ട്രോങ് ഹക്കീന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. അതുകൊണ്ട് ഞാൻ ഇതിനു മുമ്പുള്ള പല ചാപ്റ്റർ റിവ്യൂസിലും പറഞ്ഞ പോലെ ലൂഫി ഈ ആർക്കിൽ തന്റെ അഡ്വാൻസ് കോൺക്രസ് ഹക്കി മാസ്റ്റർ ചെയ്തേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനിയും ചിലപ്പോൾ ലൂഫിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാരുടെ കൈയും കാലും ഒക്കെ പോകും. അങ്ങനെ ഷാങ്ക്സ്, കിഡ്, ക്രോക്കഡോയിൽ എന്നീ കൈ നഷ്ടപ്പെട്ട ആൾക്കാരുടെ ക്ലബിൽ സ്കോപ്പർ ഗബാനും ഒരു ഇടം പിടിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത തവണ കാണുന്നവരെ പീസ്.